അമ്പലത്തിൽ പോകുന്ന മാന്യ സഹോദരങ്ങൾ അമ്പലത്തിൽ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അതെ, പള്ളിയിൽ പോകുന്ന സമുദായസ്ഥരായ പ്രിയപ്പെട്ടവർ അവിടെ ചെന്ന് ദൈവമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. മുസ്ലിം സ്നേഹിതന്മാരുണ്ട്, അവരും അള്ള ദൈവത്തെയാ വിളിക്കുന്നേ. എല്ലാവരും ദൈവത്തെയാ വിളിക്കുന്നേ. നമ്മളും അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. ദൈവമേ എന്നാ ഈശ്വര എന്നൊക്കെ പറയും ചിലര്. അപ്പൊ നമ്മളും എല്ലാം അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സത്യദൈവം ഏതാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഹൈന്ദവരായ സ്നേഹിതന്മാര് മലയ്ക്ക് പോകുന്നവരുണ്ട്. അവരും ഞാനും നേരത്തെ നാമം ചൊല്ലിയിട്ടുണ്ട്. അതിലൊരു വരി ഇങ്ങനെ: അയ്യനെ നിന്നെ ചെന്നു വസിച്ചുടൻ പയ്യെ നേരം അതിന് വായിക്കണ്ട. അയ്യോ വേണ്ട, അവിടെ അത് നാമം ചൊല്ലുന്ന വരിക. അപ്പൊ അത് ഇങ്ങനെ: അയ്യനെ നിന്നെ ചെന്നു വസിച്ചുടൻ പയ്യെ നേരം പുലരും ദശാന്തരെ ചൊവ്വിനോട്. മുസ്ലിം സ്നേഹിതന്മാരും ദൈവത്തെയാ വിളിക്കുന്നത്. ഒരു കാലത്ത് ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളുമെല്ലാം പള്ളിയിൽ പോയി എൻ്റെ വ്യായെന്നാന്ന് പറഞ്ഞേ ദൈവമെന്നാ വിളിച്ചത്. എന്നാൽ ശരിയായ ബോധം, ശരിയായ വകതിരിവ്, ശരിയായ വെളിപ്പാട്, കൃത്യമായ കാര്യം ബോധ്യപ്പെട്ടത് ഇതിനകത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു. യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളുണ്ട്. യേശു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളുണ്ട്. വിഡ്ഢിക്ക് രണ്ട് വാക്യം ഇപ്പൊ തരാം. വേറെ ഉണ്ട്. ഇപ്പം അരി ബന്ധമെന്ന് ബാബുച്ചാൻ്റെ ഭാര്യയല്ലേ, അച്ഛൻ എന്തിയെ വരുന്നെന്നാ എന്നോട് പറഞ്ഞ. ട്രെയിനേ വരുന്ന അമ്മാമ്മ എങ്ങനെ വന്നു? ആട്ടെ, എന്നാ പിന്നെ അമ്മാമ്മയോട് തന്നെ ചോദിക്കാം. സാധാരണ വീട്ടിലെ അരി എനിക്കും ചോറൊത്തിരി തന്നിട്ടുണ്ട്. എന്തും വേണ്ട അരിയാ വെക്കുന്നത്. ഇപ്പം വെപ്പം കുടിയൊന്നും ഇല്ലയോ? അമ്മാമ്മ നാടി അരിയാണോ വെക്കുന്നത്, ഇരുനാടി അരിയാണോ? നാടി അരി വെക്കുവോ? കേൾക്കാൻ മേല. ആളിന്റെ അനുസരിച്ച് ആയിക്കോട്ടെ. എന്നാ നാഴിയോ ഇരുനാഴിയോ ഇടങ്ങഴിയോ ആയിക്കോട്ടെ. ആ അരി വേകാറാകുമ്പം ഇട്ട അരിയിലെല്ലാം പിടിച്ച് ഞെക്കണോ? വേണ്ട, ഒരെണ്ണം ഞെക്കിയാ പോരെ. മതി. ബാബുച്ചാൻ്റെ പെങ്ങളാന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ ആളല്ലേ, എനിക്കിഷ്ടം പോലെ ചോറ് തന്നിട്ടുള്ളതാ. ഇല്ല, ഇത് പെങ്ങളല്ലേ? ആ പെങ്ങളോടാ ഞാൻ ചോദിച്ചേ. ഭാര്യ എപ്പോഴും ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ മാമൂട്ടില്ലേ. പിന്നെ തലവടി ബാബു പാസ് അളിയനല്ലേ. അമ്മാമ്മയോടാന്ന് ഞാൻ ചോദിച്ചത്. ആള് തെറ്റി ചോദിച്ചു വന്നല്ല, ആളറിഞ്ഞോണ്ട് ചോദിച്ചതാ. ഒരമ്മയെ പോലെ കരുതുക. എനിക്കിഷ്ടം പോലെ ചോറൊക്കെ തന്നിട്ടുള്ളതാ. പിന്നെ അപ്പൊ ഇട്ട അരിയെല്ലാം ഞെക്കണ്ട, ഒരെണ്ണം ഞെക്കിയാ മതി. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികളോട് തെളിവിനിപ്പം രണ്ടെണ്ണം ഞെക്കാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാ. എന്തിനാ? യെശയ്യാ പ്രവചനം 9:6. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു വെച്ചു ജനിക്കുന്നതിന് യെശയ്യാ 9:6. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് പ്രവചന കുന്നിക്കേറി പ്രവാചകനാകുന്ന യെശയ്യാവ് ദീർഘദർശി ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവചന സൂക്തമാ. വായിച്ചോ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഈ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാണെന്നറിയാൻ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, മതി വീരനാം ദൈവം. യേശുക്രിസ്തു ദൈവമാണ്. അവിടുന്ന് നിത്യനായ ദൈവമാണ്, വീരനാം ദൈവമാണ്, സത്യദൈവമാണ്, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. തീത്തോസ് 2:11 മുതൽ ഒന്നുകൂടെ വായിച്ചോ. അവിടെ മഹാദൈവം എന്നാ കൊടുത്തിരിക്കുന്നത്. വായിച്ചേ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു ശ്രീയേശു നായകനെ നമോ നമോ മമ്മ പാപ വിനാശകനെ നമോ നമോ.